അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണ ഈ നാടിനെ ഫുള്ള് വിറപ്പിക്കുന്ന ദിനോസറിൻ്റെ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ നമ്മൾ കൊല്ലാൻ പോവാണ്. ഇപ്പം നമ്മൾ റോയ്സ് റോയ്സ് എടുത്ത് തന്നെ പോകണം, വേറെ കാറൊന്നും ഇല്ല. ഇപ്പം നമ്മൾ റോയ്സ് റോയ്സ് എടുത്ത് പോവുക. റോയ്സ് റോയ്സ് സംസാരിക്കുന്നോ? വ്യത്യസ്തമായ റോയ്സ് റോയ്സിനാണല്ലോ കിട്ടി. മൈ നെയിം ഈസ് ഇന്ത്യൻ ബൈക്കിംഗ്. ദിനോസറിന്റെ താവളത്തിലേക്ക് നേരെ വിടൂ. ഒരു ട്രെയിനൊക്കെ ഉള്ളൊരു വഴിയാന്നാ പറഞ്ഞ്. നേരെ വിട്ടോ. പോട്ടെ സംസാരിച്ച് കാണുന്ന നേരില്ല. വേഗം പോട്ടെ വേഗം. സ്പീഡിൽ പോട്ടെ. അത്ര തന്നെ സ്പീഡിൽ പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്ന്. മോൻ്റെ പേരെന്താ? ആണല്ലേ, ഓക്കെ. വേഗം വിട്ടോ ഇടിക്കല്ലേട്ടാ. സംസാരിച്ച് കാണുന്ന നേരില്ല. വേഗം പോട്ടെ. ഇവിടെ അടുത്തായിട്ട് അത്ര ട്രെയിൻ എവിടെ? ട്രെയിൻ കാണുന്നുണ്ട്. അങ്ങോട്ട് വെച്ച് പിടിച്ചോ. വെച്ച് പിടിച്ചോ. അത് പിന്നെ കാർമോനെ കുറച്ചാണ്ട് വരും. അപ്പോൾ വലുത് തിരിച്ചോ. വലുത് വലുത്. കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ജുറാസിക് പാർക്ക് എന്ന് കാണും. അവിടെ നിർത്തിക്കോ. അങ്ങനെ തന്നെ. അതുകൊണ്ട് കയറി നിന്നിട്ട് പേരൊന്ന് നോക്കി നോക്കൂ. ജുറാസിക് തന്നെയായിരുന്നു. അപ്പോൾ വേഗം വിട്ടോ കാർമോനെ. നേരെ സ്ട്രെയിറ്റ് വിട്ടോ. ഡൈനോസറിനെ കാണുന്നവരെ സ്ട്രെയിറ്റ് വിട്ടോ. വേഗം പോയിക്കോ. കുറച്ച് മെല്ലെ പോയിക്കോട്ടെ. കുറച്ചുകൂടി പോയാൽ നമുക്ക് ഡൈനോസറിനെ കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി പോയാൽ മതി. ഇടിക്കല്ലേ. 10 ലക്ഷം കൊടുക്കണം നമുക്ക്. അതൊന്നും കുഴപ്പമില്ല സാറേ. ഇതിടിച്ചല്ലേ. അയ്യോ ഡൈനോസർ. ഇടിക്കലടാ. മെല്ലാണ് ഡ്രിഫ്റ്റ് ചെയ്താണ് നിർത്ത്. ഒപ്പം ശരിയാക്കിയാൽ അത്രേ ഉള്ളൂ. ഒപ്പം ശരിയാക്കിയാൽ എടുക്കാടാ. കരയല്ലേ. അപ്പ കൊല്ല ഞാൻ. കുഴപ്പമില്ല. കുഴപ്പമില്ലടാ. ആദ്യം ഇവനൊന്ന് തീർക്കട്ടെ. അയ്യോ എൻ്റെ നേരക്ക് വരുന്നോനി. ആദ്യം ഇവനൊന്ന് തീർക്കട്ടെ. ഇവിടെ അടിയിൽ കുട്ടിക്കുരിപ്പുണ്ട്. നമ്മളോടല്ലേ ദിനോസറിൻ്റെ കളി. ഞാൻ കുട്ടീനെ കൂടി ഒന്ന് കൊല്ലട്ടെ. കലാഷ്ണിക്കാവോ. അങ്ങനെ എല്ലാത്തിനെയും തീർത്തടാ. ഞാരേലും ഉണ്ടാ. വന്ന് വാടാ. ഒന്ന് നോക്കടാ. കലാഷ്ണിക്കാവോ. ഇതല്ല, ഇതിനപ്പുറം ഞാൻ കൊല്ലും. ആടാ, ഈ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്. വായോ. വേഗം വിട്ടോ. വേഗം പോട്ടെ. പേടിക്കല്ലടാ. വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്ത്. നേരത്തെ പോലെ. കുഴപ്പമില്ലടാ. ഞാൻ ഇപ്പൊ കൊന്നിട്ട് വരാം. ആരാണോ എന്റെ കുടുംബത്തെ നശിപ്പിച്ചവൻ? അത് പിന്നെ
എൻ്റെ കുടുംബത്തെ കയറി ചൊറിഞ്ഞവരെ വെറുതെ വിടാറില്ല. വെട്ടിയിട്ട് വഴക്കണ്ട് പോലെ